നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഹിന്ദുക്കളിൽ അതിനോട് പ്രതികരിക്കേണ്ടതാണ് എന്ന ബോധവും വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന് എന്താ പറയുക, ആനുപാതികമായിട്ട് പ്രശ്നങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അതിനോടുള്ള പ്രതിരോധവും പ്രതികരണവും ഹിന്ദുത്വ ബോധവും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇപ്പോൾ ഹിന്ദു സംഘടനകൾ ഒരു സമയത്ത് ഒരുമിച്ച് വരാനായിട്ട് ഒരു തരത്തിലും കൂട്ടാക്കാറില്ല. നമ്മൾ ഹിന്ദു മഹാമണ്ഡലം എന്നൊക്കെ പണ്ട് പറയുമെങ്കിലും അതിനുശേഷമുള്ള കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ ചരിത്രം എടുത്താൽ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഒരു ചരിത്രമാണ് ഹിന്ദു സംഘടനകൾക്കുള്ളുണ്ടായിരുന്നത്. പിന്നീട് അതിനൊരു വലിയ മുന്നേറ്റം ഉണ്ടായത് വിശാല ഹിന്ദു സമ്മേളനത്തിലാണ്. പക്ഷേ വിശാല ഹിന്ദു സമ്മേളനത്തിൽ പോലും എല്ലാ ഹൈന്ദവ സംഘടനകളും അതേപോലെ ഒരുമിച്ച് വന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. വലിയ ശക്തിയുള്ള ഒരു പ്രമുഖ ഹിന്ദു സംഘടനകൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുകയോ അകന്നു നിൽക്കുകയോ ചെയ്തിട്ടുണ്ട്. നിലയ്ക്കൽ പ്രക്ഷോഭം ഹിന്ദു സമൂഹം നേരിട്ട വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ നിലയ്ക്കൽ പ്രക്ഷോഭത്തിൽ പോലും പ്രമുഖമായ പല ഹിന്ദു സംഘടനകളും അതിനോട് സഹകരിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം കേരളത്തിൽ ഉണ്ടായ സാമൂഹ്യ രംഗത്തെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് ഇതര മതസ്ഥരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള വെല്ലുവിളികൾ, അവരുയർത്തിയ പ്രശ്നങ്ങൾ, അത് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഒരു പുനർചിന്തനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഗുണപരമായ പല മാറ്റങ്ങളും അതുണ്ടാക്കി. അതിൻ്റെ ഫലം നമുക്ക് രാഷ്ട്രീയ രംഗത്തും പ്രതിഫലിച്ചിട്ടുണ്ട്, സാമൂഹ്യ രംഗത്തും പ്രതിഫലിച്ചിട്ടുണ്ട്.